ഇവിടെ ഈ മണ്ണിൽ സമരചരിതമോരോന്നിൽ ഉയരു ചിതറി വീണീടും മഹിതമനുജരേ. അഖില ജനത മുന്നേറാൻ സമത ഇവിടെ വന്നിടാൻ കുരുതി ചിതറി വീണീടും സകല സഹജരേ. ജീവൻ ബലിയേകും രക്തസാക്ഷികൾ, ധീരം മൃതി തേടും രക്തസാക്ഷികൾ. തുടരുമീ വഴികളിൽ വിടരുമീ സ്മരണയിൽ അനുദിനം സഹജരേ വന്ദനം. ഇവിടെ ഈ മണ്ണിൽ സമരചരിതമോരോന്നിൽ ഉയരു ചിതറി വീണീടും മഹിതമനുജരേ. അഖില ജനത മുന്നേറാൻ സമത ഇവിടെ വന്നിടാൻ കുരുതി ചിതറി വീണീടും സകല സഹജരേ. അപ്പോൾ വിജയ, എന്താ ദാസ, ചരിത്രമുറങ്ങുന്ന മണ്ണാണ് പായം. പായം കണ്ണൂർ ജില്ലയിലെ പായം. കണ്ണൂർ ജില്ലയിലെ പായം കർഷക സമരത്തിന്റെ ചരിത്രങ്ങളാണ് ഇവർക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഫ്ലെക്സിലുള്ള ആളാണ് നമ്മുടെ സ്ഥാനാർത്ഥി 11ാം വാർഡിലെ അഡ്വക്കേറ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത്യാവശ്യം വായന അറിവൊക്കെ ഉള്ള ആളാണ്. മണ്ടത്തരങ്ങളൊന്നും ചോദിക്കരുത്, പ്രത്യേകിച്ച്. ഓക്കെ, അതും എനിക്ക് മാത്രമല്ല പറയുന്ന ആൾക്കും. അതാണ് കമന്റ് ബോക്സ് അല്ലേ ഡോളമി. ഓക്കെ അല്ലേ? ഇടക്കിടക്ക് ഈ വിജയൻ ഇത് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാ വിജയ. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ വട്ടിയറയുടെ പുലിക്കുട്ടികൾ അല്ലേ? എന്താ പേര്? നവീൻ. ഇലക്ഷൻ പ്രചരണമൊക്കെ എവിടെയായി? അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നു, ജോറായി പോകുന്നു. എന്താണ് പേര്? രാഹുൽ. ഇത് ഇവിടെ തന്നെയാണ്. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ അഡ്വക്കേറ്റിന്റെ ഇലക്ഷൻ പ്രചരണമൊക്കെ എവിടെ? തകർക്കും. 13ാം തീയതി ഉത്സവമാണ് ഇവിടെ. ഉത്സവം. ഓക്കെ വിജയ, 13ാം തീയതി എന്തായാലും നമ്മൾ വരണം. തീർച്ചയായിട്ടും നമുക്ക് വക്കീലിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ റെഡി? ഓക്കെ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പായം പഞ്ചായത്തിലെ 11ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന നിലവിലെ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ജനവിധി തേടുന്ന സാറാണ്, അഡ്വക്കേറ്റ് വിനോദ് സാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാറേ, ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യം തന്നെ ദാസനും വിജയനും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന പരമ്പരയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വിശേഷങ്ങൾ കേട്ടറിയാം. ഓക്കെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെയാണ്, കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ ഇതുവരെയായി? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഈ വാർഡിനകത്ത് 327 വീടുകളാണുള്ളത്. എല്ലാ വീടുകളും ഒരു റൗണ്ട് പൂർത്തിയായി. 2ാം റൗണ്ട് വീട് കയറ്റം ആരംഭിച്ചു. നാട്ടിലില്ലാത്ത ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്ന 2ാം ഘട്ട പ്രവർത്തനമാണ്. നല്ല നിലയിൽ ഈ പ്രദേശത്തെ പ്രവർത്തകർ സജീവമായി പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വട്ടിയറ LDFൻ്റെ ഏറ്റവും ഈ പായം പഞ്ചായത്തിലെ ഒരു ഉരുക്ക് കോട്ടയാണ്. അവിടെ നല്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പ്രവർത്തകരെല്ലാം ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അപ്പോൾ ഗംഭീരമായിട്ട് പോവാണ്. അതെ. അതിനിടയിലാണ് വെള്ളാനകളുടെ നാടിൽ ദാസന്റെ വിജയന്റെ കൂടെ ഒരു രംഗപ്രവേശം. വിജയ, എന്തൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അങ്ങ് മറന്നു പോകും. അതാണ് അതിൻ്റെ സംഭവം. വക്കീലുമായിട്ടുള്ള പരിചയം വളരെ പഴയ ഈ വൈസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ അത്യാവശ്യം ഈ ഫേസ്ബുക്കിലൊക്കെ കുറിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സമയം തുടങ്ങി വക്കീലുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇങ്ങനെ
വക്കീലിൻ്റെ എനിക്ക് വക്കീലിനെ കുറിച്ച് എനിക്ക് ഏറ്റവും മനോഹരമായൊരു ഓർമ്മ നിൽക്കുന്ന പറഞ്ഞാൽ വക്കീൽ പഴയ കുടിയേറ്റ കാലഘട്ടത്തിലെ തുടങ്ങിയുള്ള ഓർമ്മകൾ വക്കീലിൻ്റെ അടുത്ത് വളരെ ഭദ്രമാണ്. അത് വക്കീലിൻ്റെ പിതാവ് ഒരു അധ്യാപകനാണ്. അച്ഛൻ്റെ പേര് നാണു മാസ്റ്റർ ഒരു അധ്യാപകനാണ്. അതിലൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായിരുന്നു അല്ലേ. ആ അച്ഛൻ്റെ അതേ ഒരു പാത പിന്തുടരുന്ന അധ്യാപകനല്ലെങ്കിലും പ്രൊഫഷൻ മാറിയെങ്കിലും അച്ഛൻ്റെ അതേ ഒരു പാത പിന്തുടർന്ന് വരുന്ന മകൻ എന്നൊരു അഭിമാനം വക്കീലിൻ്റെ മുഖത്തിങ്ങനെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുടിയേറ്റ കാലം ഒരു പഴയ ഓർമ്മകളുണ്ടല്ലോ പായത്തിൻ്റെ. ആ ഒരു ഇപ്പം നമ്മൾ ഒത്തിരി ഡെവലപ്പായൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. പായത്തിൻ്റെ ഈ വട്ടിയറ മേഖലയുടെ ആ ഒരു മനോഹരമായ ഒരു ഓർമ്മ, വയലുകളും കുന്നുകളും ആ കൃഷിയിടങ്ങളും നിറഞ്ഞ ആ പായത്തിൻ്റെ ആ മനോഹരമായ ഓർമ്മ വക്കീൽ എങ്ങനെയാണ് വക്കീലിൻ്റെ മനസ്സിലുള്ളത് എന്ന് പറയാമോ? എൻ്റെ ഈ പഴയകാല ഓർമ്മ എന്നുള്ളത് ഈ കീഴ്പള്ളി, കരിക്കോട്ടക്കരി, എടൂർ ഭാഗത്തു നിന്നെല്ലാം ആളുകൾ ഇരിട്ടിയിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പഴയ വഴിയാണ് ഈ റോഡ്. വട്ടിയറ കടവ്, ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ വട്ടിയറ കടവ് എത്തും. അതിലെ തോണി കടന്നാണ് ആളുകൾ ഇരിട്ടിയിലേക്ക് പോയിക്കൊണ്ടത്. ഈ മലയോര മേഖലയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ റോഡ്. പക്ഷേ ആ റോഡിനനുസരിച്ചിട്ടുള്ള അന്ന് ഉപയോഗിച്ചതിനനുസരിച്ചിട്ടുള്ള ഒരു വികസനം ഉണ്ടാകാൻ സാധിച്ചില്ല എന്നുള്ള വലിയ നിലയിലുള്ള വിമർശനം ഈ നാട്ടുകാർക്കാവുകയുണ്ട്. വട്ടിയറയിലെ ഒരു പാലം എത്രയോ കാലത്തെ ആഗ്രഹമാണ് ജനങ്ങളുടെ. ആ പാലം വന്നാൽ മാത്രമേ ഈ റോഡും ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെയുള്ള ഈ വട്ടിയറ ചന്ദ്രോട് പ്രദേശം ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കൂ. കോളിക്കടവ് പാലം വന്നതിന് ശേഷം അതോടൊപ്പം ജബ്ബാർ കടവിലും പാലം വന്നതിന് ശേഷം വട്ടിയറ പാലം എന്നുള്ളത് അപ്രസക്തമാകുന്നൊരു നില വന്നു. എന്നാൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരാഗ്രഹം വട്ടിയറ പാലമാണ്. അതോടൊപ്പം യാത്രാ ക്ലേശം വല്ലാതെയുണ്ട്. കുറേ ബസ്സുകൾ പോയ റൂട്ടാണിത്. ഇവിടെ ബസ്സില്ലാത്തതിൻ്റെ പ്രയാസമുണ്ട്. മലയോര മേഖലയിൽ ഇവിടെ എടൂരാണ് ആദ്യകാല പള്ളിക്കൂടം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തെ കുട്ടികളെല്ലാം, ഈ പ്രദേശത്തെ ചെറുപ്പക്കാരെല്ലാം പഠിച്ചു വന്നത് എടൂർ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നാണ്. LP സ്കൂൾ വിദ്യാഭ്യാസം വട്ടിയറ ലോവർ പ്രൈമറി സ്കൂൾ. അത് കഴിഞ്ഞാൽ നേരെ എടൂരേക്ക് പോവുകയാണ്. എടൂര് പള്ളിയും പള്ളിക്കൂടവും സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ നാട്ടിലെ ആളുകൾ വിദ്യ അഭ്യസിക്കുന്നു, പഠിക്കാൻ ആരംഭിച്ചു. എൻ്റെ അച്ഛൻ എടൂർ ഹൈസ്കൂളിലെ ആദ്യ ബാച്ച് SLC ബാച്ച് കഴിഞ്ഞ ആളായിരുന്നു. അവിടെ തന്നെ ആണ് ഞാനും പഠിച്ചത്. എൻ്റെ ആദ്യം പഠനം ആരംഭിച്ചത് പാട്യത്താണ്. കൂത്തുപറമ്പിലെ പാട്യം അവിടെയാണ് 5ാം ക്ലാസ് വരെ പഠിച്ചത്. അതിന് ശേഷമാണ് ഇങ്ങോട്ട് അച്ഛൻ്റെ നാട്ടിലേക്ക് വരുന്നത്, ഇവിടെ സെറ്റിലാകുന്ന നിലയിലേക്ക് വന്നത്. അപ്പോൾ മനോഹരമായ ഓർമ്മകൾ നമ്മുടെ പഴയ കാലം ഒന്ന് ഓർത്തെടുത്തു ചുരുങ്ങിയ സമയം കൊണ്ട്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നേട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ഒരു പഞ്ചായത്താണ് നമ്മൾ. അപ്പോൾ നല്ലൊരു മികച്ച ഒരു ഭരണസമിതി തന്നെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്നത്. ഏതൊക്കെ മേഖലകളിൽ നമുക്ക് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്? ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം മുൻ ഭരണസമിതി തുടങ്ങിവെച്ച വൻകിട പദ്ധതികൾ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം, അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിനകത്തെ എല്ലാ ഭവനങ്ങളിലും പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികളിൽ ഏതെങ്കിലും ഒന്നിൽ ഇതുമായി കണക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, ലൈഫ് ഭവന പദ്ധതി, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പദ്ധതികൾ അതിനാണ് ഞങ്ങൾ നേതൃത്വം. അതോടൊപ്പം തന്നെ കുറേ കാലമായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹം, നേരത്തെ ബിജു ഇവിടെ സൂചിപ്പിച്ച പോലെ പായത്തിൻ്റെ ഒരു ചരിത്ര രചന. അതെ, വിജയൻ സോറി വിജയൻ അതെ വിജയൻ സൂചിപ്പിച്ച പോലെ ഈ നാടിൻ്റെ ഒരു ചരിത്ര രചന എന്നുള്ള വലിയൊരു ടാസ്ക് ഞങ്ങൾ ഏറ്റെടുത്തു. അതിന് പദ്ധതി വെച്ചു. ഇപ്പോൾ പായത്തിൻ്റെ ഒരു പ്രത്യേകത, വടക്കേ മലബാറിലെ കർഷക സമര പോരാട്ടങ്ങളുടെ ഒരു വീരഭൂമിയാണ് പായം. പായത്താണ് നെല്ലെടുപ്പ് സമരം ആരംഭിച്ചത്. പായത്താണ് പത്തായത്തിലുള്ള നെല്ല് കുത്തി തുറന്ന് പാവപ്പെട്ട ക്ഷാമകാലത്ത് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമര പരിപാടി. അതിൻ്റെ ഭാഗമായിട്ടാണ് MSP പായം സ്കൂളിൽ ക്യാമ്പ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൂന്തുരുട്ടി കുന്ന് എന്ന് പറയുന്ന ചരിത്ര ഭൂമി, അവിടെ ആളുകൾ ഒളിച്ചു നിന്നു, അവിടെ വെടിവെപ്പുണ്ടായി. ആ ഭൂമി പൊതുപ്രസ്ഥാനം വിലക്ക് വാങ്ങി. അവിടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ഈ ചരിത്രമെല്ലാം ആളുകൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഗവേഷണ കേന്ദ്രമൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഭൂമികയുടെ ചരിത്രം
അതോടൊപ്പം തന്നെ കുടിയേറ്റത്തിൻ്റെ മലബാർ കുടിയേറ്റത്തിൻ്റെ ചരിത്രം, ഇതൊക്കെ കൂടിച്ചേർന്നാണ് പായത്തിൻ്റെ ഒരു ചരിത്രം. അത് ഭാവി തലമുറക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചരിത്ര പുസ്തകം രചിക്കുക എന്നുള്ളത് അതൊരു ടാസ്ക്കായിരുന്നു. ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ആ പുസ്തകമായി അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സാധിച്ചു. വലിയ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ടുള്ള ചില പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി. അത് ഈ മാലിന്യ മുക്ത പഞ്ചായത്ത് എന്നുള്ളതാണ്. അഴുക്കിൽ നിന്ന് അഴകിലേക്ക് എന്നുള്ളൊരു പദ്ധതിയാണ് ഞങ്ങൾ നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ പൂന്തോട്ടമാക്കി മാറ്റുക. പാർക്കുകളുടെ അതെ 14ഓളം പാർക്കുകൾ ഇപ്പോൾ പഞ്ചായത്തിനകത്തുണ്ട്. വള്ളിത്തോട് മാർക്കറ്റിൽ നിന്നാണ് ആരംഭിച്ചത്. ജബ്ബാർ കടവ് ഇക്കോ പാർക്കിൽ വരെ ആയി അത് വികസിച്ചു. അങ്ങനെ 14ഓളം പാർക്കുകളുടെ ഒരു പഞ്ചായത്തായി മാറ്റുന്നതിന് വേണ്ടി സാധിച്ചു. ഇപ്പോൾ നേരത്തെ ദാസൻ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ കിട്ടിയുള്ള ദേശീയ അവാർഡ് അത് ജല സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് 2024 കേന്ദ്ര സംഘം പരിശോധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അഭിമാനാർഹമായിട്ടുള്ള നേട്ടമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഡൽഹിയിൽ നിന്ന് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് വാങ്ങിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് ഞങ്ങൾക്ക് വലിയ ഊർജ്ജമാണ് പകർന്നത്. ഇപ്പോൾ പായത്തിന് പാർക്കുകളുടെ പറുദീസ എന്ന് പറഞ്ഞു, ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. പായത്തിൻ്റെ വായനശാലകളുടെ പറുദീസ എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അതും കൂടെ കൂട്ടിച്ചേർത്ത് വേണം പായത്തിനെ കണ്ടെത്താൻ. അത് ഒറിജിനൽ പായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ പായത്തിൻ്റെ ചരിത്രം, പായം ഇന്നലെ ഇന്ന് നാളെ അല്ലേ, ആ ചരിത്ര പുസ്തകം പരിമിതികളുണ്ട്. പരിമിതികൾക്ക് നിന്നാണ് നമ്മൾ തെറ്റുകൾ കുറവുകളിൽ നിന്നാണ് നമുക്ക് വളർച്ചയിലേക്ക് നീങ്ങേണ്ടത്. അപ്പോൾ അത് വളരെ ഭംഗിയായി ചെയ്തു. ആ ഒരു ബുദ്ധിമുട്ടിന് ഒരു ബിഗ് സല്യൂട്ട്, ദാസൻ്റെ വിജയൻ്റെ ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ്. പിന്നെ ഞാനതൊന്ന് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു വെച്ചത് തന്നെ ഈ പായം പാർക്കുകളുടെയും വായനശാലകളുടെയും പറുദീസയാണ്. അപ്പോൾ വക്കീലിൻ്റെ വായനാശീലം, ഈ വായനശാലകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ഒന്ന് പറയാമോ? ഞാനിപ്പോൾ ഒരു വായനശാലയുടെ സെക്രട്ടറി കൂടിയാണ്. ചിങ്ങാകുണ്ടം ഗ്രാമീണ വായനശാലയുടെ സെക്രട്ടറിയായി ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. അവിടെ ഏകദേശം 11,000-ഓളം പുസ്തകം ഇപ്പോൾ ഉണ്ട്. എ ഗ്രേഡ് വായനശാലയാണ്. വൈകുന്നേരം എല്ലാ പ്രവർത്തനവും കഴിഞ്ഞാൽ ഒരു 1-1.5-2 മണിക്കൂർ ഞാനവിടെ ചിലവഴിക്കും. കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കുന്ന ശീലം ചെറുപ്പത്തിലേ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ ഒരു സ്വാധീനമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അച്ഛൻ രാവിലെ ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടാണ്. അച്ഛൻ മുഴുവൻ സമയവും വായനശാലയിൽ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ്. അച്ഛൻ്റെ ഓർമ്മകൾ ഒക്കെ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞ് എഴുതി വെച്ചു. അതൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വായനശാലയുടെ പ്രവർത്തകന്മാരും 1987 വായനശാലയുടെ കൊച്ചു കെട്ടിടം കുഗ്രാമമായിട്ടുള്ള ചിങ്ങാകുണ്ടം പ്രദേശത്ത് ആരംഭിച്ചത്. ലോനപ്പൻ നമ്പാടൻ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അന്ന് വലിയ ജനകീയ ആഘോഷത്തോടു കൂടിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നല്ല നിലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഈ കുഞ്ഞൂട്ടി ആശാൻ വായനശാലാൻ്റെ ഗ്രന്ഥാലയം. കുഞ്ഞൂട്ടി ആശാൻ എന്ന് പറയുന്നത് വട്ടിയറയുടെ ഒരു കലാകാരനായിരുന്നു. തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ആളുകൾ വലിയ നിലയിലുള്ള ഒരു പ്രചാരണം കിട്ടുന്ന ഒരു കാലത്തായിരുന്നില്ല ആശാൻ ജീവിച്ചത്. ആശാനായിരുന്നു ഈ പായം പഞ്ചായത്തിലെ ഈ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ നാടകം എഴുതുന്നത് ആശാനായിരുന്നു. നാടകങ്ങളുടെ പാട്ട് എഴുതുന്നത് ആശാനായിരുന്നു. അപ്പോൾ ആശാൻ ഈ വായനശാലയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം എത്തുന്ന ആശാൻ്റെ കൈപ്പട തന്നെ വലിയ ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ആശാൻ്റെ മകനാണിപ്പോൾ KK സുധാകരൻ. അദ്ദേഹം പച്ചപ്പഴശ്ശി പേന എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആശാൻ്റെ നാമധേയത്തിലാണ് ഈ ഇവിടെയുള്ള വായനശാല ഗ്രന്ഥാലയം പേര് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാം പ്രവർത്തന നവീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയും നല്ല നിലയിലെ ഗ്രന്ഥാലയങ്ങൾ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ പായം ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള വയോ കോർണറുകൾ ഈ ഗ്രന്ഥാലയങ്ങളിൽ ആരംഭിച്ചിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള മേശ, അവർക്ക് വന്നിരിക്കാനുള്ള കസേര, അവർക്ക് വൈകുന്നേരം വന്നാൽ ഒരു ചായ വെച്ച് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റൗ ഉൾപ്പെടെ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുള്ള ഒരു വയോ കോർണർ എന്നുള്ളൊരു പദ്ധതി കൂടി നടപ്പിലാക്കി. സഞ്ചരിക്കുന്ന ഒരു വായനശാല കൂടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പായത്ത്. അത് ലൈബ്രറി കൗൺസിലിൻ്റെ വകുപ്പാണ്. അത് പായത്തിൽ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പായത്തുള്ള വയോജനങ്ങളും അടക്കം നല്ല വായനാശീലമുള്ള ഒരു 2 തലമുറകളാണ് ഇപ്പം പായത്തുള്ളത് എന്ന് വേണം പറയാൻ. ബാക്കി വേറെ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ദാസൻ തന്നെ ചോദിക്കാനുണ്ടോ?
വിജയ ഉദ്ദേശിച്ച ചോദ്യം തന്നെ ആയിരിക്കാം. നമ്മൾ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഏതൊക്കെ ചുമതലകൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഈ പൊതുപ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തിൻ്റെ ഒക്കെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ചത് ഈ നേരത്തെ പറഞ്ഞ വായനശാല പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 87-ലാണ് പാർട്ടി മെമ്പർഷിപ്പിലൊക്കെ വരുന്നത്. DYFIയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള മനുഷ്യ ചങ്ങല, അത് ലോകത്ത് തന്നെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് DYFI പ്രസ്ഥാനത്തിൽ DYFIയുടെ വില്ലേജ് സെക്രട്ടറി ആയി മാറി. അതുപോലെ തന്നെ മട്ടന്നൂർ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻറ്റിൻ്റെ ജാതിയായി ബന്ധപ്പെട്ട് നാൽപ്പാടി വാസു വധ ശ്രമ കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് DIG ഓഫീസിലേക്കുള്ള മാർച്ച് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കോഴിക്കോട് ജയിലിൽ കുറച്ച് ദിവസം ജയിലിൽ 2 ആഴ്ചയോളം ജയിൽവാസം അനുഭവിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ വട്ടിയറയിലുണ്ടായിരുന്ന നിങ്ങൾക്ക് കാണാം, ഇവിടെ വട്ടിയറ ക്ഷീരസംഘം അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് ഞാൻ. ആ പാർട്ടിയാണ് അതിൻ്റെ ജോലി തന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ബിരുദം പൂർത്തിയാക്കി LLB എടുക്കുന്നതിന് വേണ്ടി പോയി. അതിനുശേഷം ലോക്കൽ സെക്രട്ടറി, CPMൻ്റെ ലോക്കൽ സെക്രട്ടറി 2 ടേം ആയി. അതോടെ ഒട്ടേറെ മറ്റ് CITU ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ ഇടയിലാണ് വൈസ് പ്രസിഡന്റ് എന്നുള്ള പദവിയിലേക്ക് വന്നത്. ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാനും കുടുംബത്തിൻ്റെ നല്ല സപ്പോർട്ടും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, വൈസ് പ്രസിഡന്റ് കാലാവധി ഭംഗിയായി പൂർത്തിയാക്കി. ഈ സെക്കൻഡ് ടൈം ഈ ഒരു ഉത്തരവാദിത്തം ഇതേ നിന്നോ അതേ വാർഡിൽ നിന്നും പാർട്ടി വീണ്ടും ഏൽപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലുമില്ല. സാധാരണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നുള്ള ഒരു ചുമതല നല്ല നിലക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് തന്നെയാണ്. നിലവിലുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ചെയ്തു എന്ന് തന്നെയാണ്. വീണ്ടും ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമെന്ന് ആഗ്രഹിച്ചതേയില്ല. പാർട്ടി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലക്ക് ആ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. അല്ല, വേറൊരു സംഭവമുണ്ട്. നമ്മൾ അറിഞ്ഞാണ് അടുത്ത പ്രസിഡന്റ് വിനോദ് സാറാണ് എന്നാണ് കേൾക്കുന്നത്. ഇപ്പം ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അത്തരം കാര്യങ്ങളെല്ലാം പാർട്ടി ഞങ്ങളുടെ ഒരു ഗസ്സിങ് പറഞ്ഞതാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന, ഞാൻ ആ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് മനസ്സിൽ കരുതിയിരുന്നു. പിന്നെ ആ കടുപ്പം കുറച്ചിട്ടാണ് ഞാൻ അത് സംഭവം ചോദിച്ചത്. അത് ദാസൻ അത് ഏതായാലും ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് അത് വക്കീൽ തന്നെ പറഞ്ഞോളൂ, അതിന്റെ എന്താണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടോ? അത് തെരഞ്ഞെടുപ്പ് 11-ാം തീയതി കഴിഞ്ഞു. 13-ന് കൗണ്ടിങ്ങിന് ശേഷം ഞങ്ങൾ അതിനു മുമ്പ് ഞങ്ങളൊരു ആശംസ പറയുകയാണ്. ആകട്ടെ പ്രസിഡന്റ് ആവട്ടെ, നേതൃസ്ഥാനത്തേക്ക് വരണമല്ലോ. അപ്പോൾ സാറേ, ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഈ പുതുതലമുറ ഇപ്പോൾ ജോലി തേടി ഒക്കെ വിദേശത്തേക്ക് പോകുന്ന ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് പുതുതലമുറയോട് എന്താ പറയാനുള്ളത്? ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്നത്തെ ഒരു പോക്ക് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SIR ഉൾപ്പെടെയുള്ള വലിയ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം പാർട്ടി നേതൃത്വം പറയേണ്ടതാണ്. SIR ഉൾപ്പെടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൊതുവെ വലിയ ആശങ്ക. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ വാശി പിടിച്ച് SIR ഇവിടെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക. ഞങ്ങളുടെ വീടുകളിലെല്ലാം കയറുന്ന സന്ദർഭം ആളുകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചോദിക്കുന്ന സന്ദർഭത്തിൽ തന്നെ SIRുമായി ബന്ധപ്പെട്ട് ആശങ്കകളാണ് പങ്കുവെക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പറ്റാവുന്ന സ്ഥലത്തെല്ലാം BLOമാരുമായി ചേർന്നുകൊണ്ട് ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കും. എന്നാലും ആശങ്ക വല്ലാത്ത നിലയിൽ ആളുകൾക്കുണ്ട്. ഇത് എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ചെയ്യേണ്ടതായിരുന്നു. ഇന്ത്യയിൽ ആകമാനം ഇത്തരമൊരു കാര്യങ്ങൾ ചെയ്യുന്നത് സംശയാസ്പദമാണ് എന്നുള്ള നിലയിൽ സുപ്രീം കോടതി കേസ് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പായം പഞ്ചായത്ത് എന്നതും പൂർണ്ണമായും കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു പ്രദേശമാണ്. എനിക്ക് വക്കീൽ പണ്ട് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ഞങ്ങളുടെ കൃഷിയിടത്തിൽ നിന്നും കവുങ്ങ് വെട്ടി എടൂര് സ്കൂൾ നിർമ്മിക്കാൻ കൊടുത്ത കഥ വരെ വക്കീൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഷെയർ ചെയ്തൊരു കഥയാണ്. അപ്പം പൂർണ്ണമായും കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു പ്രദേശമാണ്. എന്താണ് അടുത്ത ഈ ഒരു 5 വർഷം പൂർത്തിയാക്കി അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. വരുന്ന 5 വർഷം
വരുന്ന 5 വർഷം കാർഷിക മേഖലയിൽ എന്തൊക്കെ ഐഡിയകളാണ്? ഒരു കൃഷി നെൽപ്പാടമുണ്ട്, ബേസിക് കർഷകനാണ്, ഇതെല്ലാം അറിയാം. ഏറ്റവും ഇളയ അനിയൻ ഫുൾ ടൈം കർഷകനാണ്, പുള്ളി നെൽകൃഷിയൊക്കെ ആയിട്ടുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇനി എന്താണ് നമ്മുടെ ഒരു ഡ്രീം എന്താണ്? കാർഷിക മേഖലയിൽ ഈ നെൽകൃഷി ലാഭകരമല്ല എന്നുള്ള നിലയിലാണ് കർഷകരാകെ കാണുന്നത്. ഇപ്പോൾ പായം പഞ്ചായത്തിൽ വിളമന, പായം, അതുപോലെ തന്നെ ചീങ്ങാക്കൊണ്ട 3 പാടശേഖരമാണുള്ളത്. കോളിക്കടവ് 4 പാടശേഖരമാണുള്ളത്. ഏകദേശം 350ഓളം ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷിയുള്ളത്. പക്ഷേ ഘട്ടം ഘട്ടമായി വയലുകൾ കരയായിട്ട് മാറുകയാണ്. കവുങ്ങ്, വാഴ എന്നതിലേക്ക് പോകാം. അപ്പോൾ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ആവിഷ്കരിച്ച ഒരു ബ്രാൻഡ് തന്നെ, നെല്ലിൻ്റെ ഒരു ബ്രാൻഡ് തന്നെ, പായം ഗോൾഡൻ മട്ട എന്നുള്ള നിലയിൽ അതിപ്പോഴും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം ഇപ്പോൾ പായത്തുണ്ട്. പക്ഷേ അതിനാവശ്യമായിട്ടുള്ളൊരു ബൾക്കായി നെല്ല് വാങ്ങി അതിനാവശ്യമായിട്ടുള്ളൊരു സ്റ്റോറ് ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന നിലയിലേക്ക് വന്നില്ല. അതിന് ഏറ്റവും പ്രശ്നം വെച്ചൊരു മില്ല് ഇതിൻ്റെ ഭാഗമായിട്ട് വേണം. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് മുഴുവൻ നല്ല വിലക്ക് വാങ്ങി അത് സംഭരിച്ച് അത് ഈ ബ്രാൻഡിലേക്ക് വിതരണം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ ഇത് അല്പം കൂടി നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ കൃഷി ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ മേഖലയിൽ തൊഴിൽ ഏർപ്പെടുന്ന ആളുകൾ ഈ കൃഷി മേഖലയിൽ കൂടി അവരുടെ തൊഴിൽ കിട്ടണം എന്നുള്ളത് വേണം. പക്ഷേ അതിലെന്താ വെച്ചാൽ കേരളം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെൻറ് വിജ്ഞാപനം ചെയ്ത ഈ തൊഴിൽ പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തില്ല. ഇല്ല, ആകെ ചെയ്യാൻ പറ്റുന്ന വരമ്പ് വെക്കാൻ വേണ്ടി മാത്രമേ സാധിക്കുന്നുള്ളൂ. എന്നാൽ അത് വെച്ചുകൊണ്ട് തന്നെ സഹായം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ വെച്ചത് സ്വർണം വിളയും പായം എന്നൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെൽകർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഇപ്പോൾ പായത്ത് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നെൽവയലുകൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്ന നില വന്നിട്ടുണ്ട്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതിയിൽ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കണമെന്നാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ സാറ് നമ്മളോട് പങ്കുവച്ചു. നമ്മുടെ വോട്ടർമാരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഈ പായം പഞ്ചായത്തിൽ ഒരു തുടർ ഭരണം നൽകുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും നല്ല നിലയിൽ വിജയിപ്പിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും തയ്യാറാവണമെന്നാണ് പറയാനുള്ളത്. ഇവിടെ പായം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വേരോട്ടമുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ വൻകിട വികസന പദ്ധതികൾ, ഞങ്ങളുടെ കല്ലുകുട്ടി ഷോപ്പിംഗ് കോംപ്ലക്സ്, തിയേറ്റർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, അതുപോലെ മാടത്തിൽ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പദ്ധതികൾ, തുടങ്ങിവെച്ച പദ്ധതികളെല്ലാം ഒരു വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നത്. പ്രകടന പത്രിക പ്രത്യേകമായി ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രകടന പത്രിക ഇന്നോ നാളെയോ പ്രകാശനം ചെയ്യും. പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന വികസന പത്രിക കൂടി ഇതിൻ്റെ ഭാഗമായി പ്രകാശനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലയിൽ നാട്ടിലെ മുഴുവൻ ആളുകളും ഞങ്ങളെ ഈ 19 വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വിജയ, നമ്മൾ സ്ഥിരം പറയുന്ന വേറെ ഒരു ഇതുണ്ട്. നമ്മുടെ ദാസനും വിജയനും രാഷ്ട്രീയമില്ല. പക്ഷേ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയമായിരിക്കും ഉണ്ടാകുക. അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാം, അത് ജനങ്ങളിലേക്ക് എത്താം. നിങ്ങളുടെ നേരിട്ട് ഒരു പ്രവർത്തകനെ, ഒരു വോട്ടറെ നേരിടുന്ന പറയാൻ പരിമിതിയുള്ള കാര്യങ്ങൾ ഈ പരമ്പരയിലൂടെ പറയാം. പക്ഷേ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാളെ പ്രാവർത്തികമായോ എന്ന് ചോദിക്കാൻ വീണ്ടും ദാസനും വിജയനും ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനപരം വീണ്ടും ഇതേ ചോദ്യങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ തന്നെ പറഞ്ഞ ഉത്തരത്തിനും ഞങ്ങൾ ചോദിച്ച ചോദ്യവും നിങ്ങൾ പറഞ്ഞ ഉത്തരവും അവിടെ അവസാനിക്കുന്നില്ല. അത് വീണ്ടും അവിടെ കിടക്കുകയാണ്. ഞങ്ങൾ വരും. അത് എത്ര ജനങ്ങൾക്ക് അത് എന്തൊക്കെ നടത്തി കൊടുത്തു എന്നറിയാം. ചോദ്യങ്ങളുമായി വീണ്ടും ഞങ്ങളെത്തും. അതുവരെ ഞങ്ങളുടെ ഞങ്ങളോടൊപ്പമുള്ള ഓരോ സ്ഥാനാർത്ഥികൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ വക്കീലിന് ഞങ്ങളുടെ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. അപ്പോൾ ഈ വലിയ തിരക്കിലും അല്പസമയം ദാസനും വിജയനും തന്നതിന് വെള്ളാനകളുടെ നാട് പരമ്പരയിൽ 1000 നന്ദി അറിയിക്കുകയാണ് ട്രൂ മീഡിയ കേരള. ഇതിൻ്റെ ഇടയിലും ഞങ്ങളെ തേടി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഇനിയും വരണം. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിങ്ങളെല്ലാം മീഡിയയുടെ ഒരു സഹായം കൂടി ഉണ്ടാവണം. തീർച്ചയായിട്ടും ഞങ്ങളൊപ്പം ഉണ്ടാവും. ഇതുവരെ ഒപ്പം നിന്നിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ വരും കാലഘട്ടത്തിലും ഞങ്ങളൊപ്പം ഉണ്ടാവും. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. ഓക്കെ താങ്ക് യു. ഓക്കെ.